അപ്പൊ അതുപോലെ ക്ഷേത്രദേവതകൾ നമ്മുടെ യോഗക്ഷേമം പരിപാലിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കണം. അപ്പൊ ദാസൻ വേഗം ആ വീടിനുള്ളിൽ കയറി കിടന്നു. ഒരു ചുറ്റാൻ പോയിട്ടുള്ള നമ്മുടെ കാളി ഭഗവതി പുലർച്ചെ വന്ന് കയറുമ്പോൾ തുറന്നിട്ട വാതിൽ ആരോ അടച്ചു വെച്ചിരിക്കണം. അപ്പോഴാണ് വാതിലൊന്ന് കൊട്ടി. ഇതൊക്കെ കുട്ടിക്കാലത്ത് എത്ര നമ്മൾ കേട്ടിട്ടുള്ള കഥയാ അല്ലേ, മുത്തശ്ശി കഥയാ. കുട്ടി അകത്താരാണ് ചോദിച്ചു. അപ്പൊ അകത്തുനിന്നൊരു ശബ്ദം. എന്താ ശബ്ദം? പുറത്താരാണ്. അപ്പൊ കാളിക്ക് അത് വലിയ ഇഷ്ടമായി. ഇങ്ങനെയൊക്കെ ചോദിച്ച ഒരാളെ അദ്ദേഹത്തിന് നാവിൽ ഓംകാരം എഴുതി അദ്ദേഹത്തെ കാളിദാസനാക്കി പുകഴ്പെറ്റ കഥയൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതിന്റെ ഇതൊരു കാര്യം പറയാൻ വേണ്ടി ക്ഷേത്രദേവതകൾ ഇറങ്ങി നടക്കും എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിച്ചാലും നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ കഴിയാത്ത രീതിയിലായിരിക്കും അത്. നമ്മുടെ വിശ്വാസം അനുസരിച്ചിരിക്കും അതൊക്കെ, നമ്മുടെ ആ ഒരു ഫീലിംഗ് ഒക്കെ. അപ്പൊ അതെന്തോ ആവട്ടെ, ഇവിടുത്തെ ക്ഷേത്രദേവതകൾ ആരൊക്കെയാ? നമ്മുടെ സ്വർണം പൂശിയുള്ള ക്ഷേത്രത്തിലെ സ്വർണം പൂശുന്ന ചടങ്ങ് വരാൻ പോകുന്നേ ഉള്ളൂ. കൊടിമരത്തിന്റെ ശിവനുണ്ട്, പാർവതിയുണ്ട്, ഗണപതി, അയ്യപ്പൻ, മുരുകനൊക്കെ ഉണ്ട്. അപ്പൊ വെള്ളിയാഴ്ച എന്നുള്ളൊരു ദിവസം വരുമ്പോഴാണ് ഈ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് അമ്പലത്തില്. അപ്പൊ അതിലേക്ക് അടുക്കാറായി. ആ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഗംഭീരമായ ചടങ്ങ് നടന്നു. ദേവി പാർവതി രാവിലെ തന്നെ ഒരുങ്ങാൻ തുടങ്ങി. എന്തിനാത്? വൈകുന്നേരം നടക്കാൻ പോകണ്ടല്ലേ വിചാരിച്ചിട്ട്, ഒരു ചുറ്റാൻ പോകണ്ടല്ലേ വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഒരുങ്ങണേ? നേരത്തെ തന്നെ സാരിയൊക്കെ എടുത്ത് അയൺ ചെയ്ത് വെച്ച് അല്ലെ, നല്ല പട്ടുസാരി എടുത്ത് തേച്ച് വെച്ചു. ദേവി ഉദ്യാനമൊക്കെ റെഡിയാക്കി വെച്ചു. കാലിന് ചിലക്ക ധരിച്ചു, മകുടി ധരിച്ചു, നല്ല ഭംഗിയുള്ള കുറിയൊക്കെ തൊട്ട് ത്രിപുരസുന്ദരിയായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും വൈകുന്നേരമായി, 4-5 മണിയായി. നമ്മളെ പോലെ തന്നെ ഒരാളായിട്ട് ചിന്തിക്കും. അങ്ങനെ ഒരു സങ്കല്പം മനസ്സിലേക്ക് കൊണ്ടുവരും. ഇനി ദേവിക്ക് മാത്രം ഒരുങ്ങിയാൽ പോരല്ലോ, ആരെ ഒരുക്കണം? വികൃതികളായ 3 കുട്ടികളെയും ഒരുക്കണം. ആരൊക്കെയത്? ഉണ്ണി, ഗണപതി, അയ്യപ്പൻ, മുരുകൻ. അപ്പോൾ ഇപ്പോൾ കുട്ടികളെയൊക്കെ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അമ്മമാര് പ്രത്യേകം പറയാറുണ്ട്, ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. നീ അവിടെ പോയി വികൃതി കാണിക്കരുത്, ഓടിക്കളിക്കരുത്, വീഴരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ചില അമ്മമാര് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. നീ അവരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വികൃതി കാണിച്ചാൽ വന്നിട്ട് ശരിയാക്കി തരാനൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകുന്ന അമ്മമാരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ പാർവതി അതുപോലെയൊക്കെ കുട്ടികളോട് പറഞ്ഞു, നല്ല ഭംഗിയുള്ള കുപ്പായൊക്കെ ഇട്ട് തരാം, നിങ്ങൾ ഒതുങ്ങിയിരിക്കണം, കൈവിട്ട് എവിടെയും ഓടി പോകരുത്. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം 8 മണിയോടടുത്തു. അത്താഴ പൂജയൊക്കെ കഴിഞ്ഞു. പിന്നെ ശിവനെ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, ഒരു പുലിത്തോല് മാത്രം മതി. നമ്മളെ പോലെ ആഭരണവും വേണ്ട, നല്ലൊരു നെക്ലസ് ആയിട്ട് എന്തുണ്ട്? സർപ്പത്തിനെ ഇട്ടിട്ടുണ്ട്. സർപ്പത്തെ ധരിച്ചിരിക്കണം. ഇനി ഒരു ലോങ് ചെയിൻ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, വലിയൊരു തലയോട്ടി മാലയുണ്ട് അല്ലേ. ശ്മശാനവാസിയായ ഭഗവാൻ അദ്വൈതത്തിന്റെ വലിയൊരു ഭാവമാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ശംഭു എന്നുള്ള പ്രയോഗം കൊണ്ട് അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശൈവ കൃതികളിലൊക്കെ ആ ഒരു ഇന്ദ്രിയ വൈരാഗ്യത്തെ കാണിക്കുവാൻ വേണ്ടി ശിവനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഉപയോഗിച്ചു കാണുന്നത് എന്നുള്ളത്. ഭഗവാൻ ശിവന്റെ ആ ഒരു ആകാരവും അതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ ശരീരത്തിൽ പൂശുന്ന പൗഡർ പോലെയല്ല, അദ്ദേഹം ശ്മശാന ഭസ്മമാണ്, ചുടല ഭസ്മമാണ് വാരി തേച്ചിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കാനൊക്കെ ചില ശിവക്ഷേത്രത്തിലല്ല, പണ്ടൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഭസ്മം തരുമായിരുന്നു ഇത്രയും. ഇപ്പൊ ചന്ദനവും കുങ്കുമവും കിട്ടുന്ന പോലെ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്ന് എന്ത് കിട്ടുമായിരുന്നു? ഭസ്മം കിട്ടുമായിരുന്നു. കാരണം എന്താ അർത്ഥം? നീയും ഒരു പിടി ചാരമാവും. അതുകൊണ്ട് ഗർവ് കാണിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ ആരെങ്കിലും നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് നീ മരിക്കട്ടോ, നീ ഒരു പിടി ചാരാവും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷെ പറയാതെ പറയുന്ന ഒരു ഭാവമാണ് എന്ത്? ഭസ്മം നമുക്ക് അമ്പലത്തിൽ തന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മളെല്ലാവരും ഇതുപോലൊരു ചാരമാവും, ഒരു വിഭൂതിയാവും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ഇവരൊക്കെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും ക്ഷേത്രമുറ്റത്തു നിന്ന് പോയി. ഇന്ന് ക്ഷേത്രത്തിൽ എന്തായിരുന്നു ഒരു മംഗളകരമായ കാര്യം നടന്നത്? കൊടിമരം സ്വർണ്ണപൂശിയുടെ ഉദ്ഘാടനം നടന്ന ദിവസമായിരുന്നു. അപ്പോ ഈ പാർവതിയും ശിവനും കുട്ടികളും തങ്ങളുടെ വീടാണല്ലോ അത്, ആ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയതും ശരിക്കും അന്താളിച്ചു പോയി. എന്തൊരു അത്ഭുതം! ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. ഇന്നെന്ത് കണ്ടു? സ്വർണ്ണശോഭയോടുകൂടി നിൽക്കുന്ന വെട്ടിത്തിളങ്ങുന്ന ആ കൊടിമരത്തെ കണ്ടു. എന്താ കൊടിമരം എന്ന് പറഞ്ഞാൽ? അതിലേക്കൊക്കെ കടന്നാൽ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. എങ്കിൽ കൂടി ഭഗവാന്റെ ലീലകൾ കൊണ്ട് അനങ്ങാൻ പോലും സാധിക്കാതെ നിൽക്കുന്ന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കില്ലേ? അതിന്റെ കൊമ്പും ചില്ലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും, ചലനം ഉണ്ടാവും അതിന്. പക്ഷെ ഭഗവാന്റെ ലീലകൾ കണ്ട് അത്ഭുത സ്തബ്ധമായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് അത്രേ കൊടിമരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വർണ്ണശോഭയിൽ
കുളിക്കുന്ന ആ കൊടിമരത്തെ കണ്ട് ആനന്ദിച്ച് പാർവതി ശിവനും അതിന്റെ ഭംഗി നുകർന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടികൾ മൂന്നും എന്ത് ചെയ്തു എന്നറിയോ? താഴെ നിൽക്കണ്ടായിരുന്നു ഇത്രയും നേരം, വലിഞ്ഞു കയറിയിരിക്കുന്നത് ആ മുകളിൽ. ഇപ്പൊ താഴെ കണ്ടേയുള്ളൂ. അമ്മയും അച്ഛനും വന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും കുട്ടികൾ 3 പേര് എവിടെ എത്തി? കൊടിമരത്തിന്റെ മുകളിൽ എത്തി. പാർവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ്, എന്തൊക്കെ നല്ല വാക്ക് പറഞ്ഞിട്ടാണ് ഒന്ന് വീട്ടിന്റെ മുമ്പിലേക്ക് ഇറക്കിയത്. ഇപ്പൊ ഇതായി സ്ഥിതി, പറഞ്ഞാലേ അനുസരിക്കില്ല. ഇപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ വഴക്ക് പറയാൻ വേണ്ടി സാരി തുമ്പൊക്കെ ഇവിടെ എടുത്തു കുത്തി ചീത്ത പറയില്ലേ? അതുപോലെ പാർവതി ദേവി പറഞ്ഞു, ഇറങ്ങടാ മക്കളെ. കുറച്ച് കേൾക്കാൻ സുഖമില്ലാത്ത വാക്കാണ്, കുറച്ച് സഖ്യമല്ലാത്ത ഭാഷയാണ്, പറയട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടാട്ടോ അത് വീഡിയോ പോകുന്നുണ്ട്, പറയട്ടെ. പറയാല്ലേ, കുഴപ്പമൊന്നുമില്ല. പാർവതി ദേഷ്യപ്പെട്ടു കുട്ടികളോട് പറഞ്ഞു, ഇറങ്ങടാ മക്കളെ, ഇത് നിന്റെ അച്ഛന്റെ വകയൊന്നും അല്ല. ഇതൊക്കെ കേട്ട് പരമശിവൻ തന്നെ ധരിച്ചുപോയി. കാരണം അമ്മയുടെ നാവിൽ, പാർവതിയുടെ നാവിൽ നിന്ന് ഇത്രയും സഭ്യമല്ലാത്തൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടേയില്ല. പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ ധാർമ്മികമായിട്ട് വാർത്തെടുക്കുന്നതിൽ അമ്മയ്ക്കാണ് ഏറ്റവും വലിയ പങ്ക്, അല്ലേ? ഒരു കുടുംബത്തിൽ ഗൃഹനാഥനായിട്ട് ഗൃഹസ്ഥധർമ്മം നടത്താൻ പുരുഷനുണ്ടെങ്കിലും കൂടുതൽ ധർമ്മനിഷ്ഠരായി വർത്തിക്കേണ്ടത് ആരുടെ കർത്തവ്യമാണ്? ആരുടെയാണ്? ഉറപ്പില്ല, നമുക്കും ഉറപ്പില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? പണ്ടൊക്കെ ഒരു പുരുഷൻ തന്റെ പത്നിയെ പരിചയപ്പെടുത്തി, തന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി, ഇവളെന്റെ സഹധർമ്മിണിയാണ്, ഇവളെന്റെ ധർമ്മപത്നിയാണെന്നാ പറയാ. നമ്മൾ ഭർത്താവിന്റെ ധർമ്മ പുരുഷനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ടോ? ഇദ്ദേഹം എന്റെ സഹധർമ്മനാണെന്നൊന്നും പറയാറ് അങ്ങനെ ഒരു വാക്കില്ലല്ലോ, അല്ലേ? അപ്പൊ ധർമ്മം ആരിലാണ് ഭഗവാൻ ഏൽപ്പിച്ചിട്ടുള്ളത്? പുരുഷന്മാർക്ക് ധർമ്മം ഇല്ലാന്നല്ല, സ്ത്രീകൾക്കല്ലേ, കുട്ടികളെയൊക്കെ വളർത്തേണ്ടതിൽ ആ കുടുംബത്തിന്റെ ധാർമ്മികമായുള്ള ആ ഒരു കടിഞ്ഞൻ സ്ത്രീകൾക്ക് തന്നെയാണ്, സംശയം. പക്ഷെ ഇത് അന്ന് അത് മറന്നിട്ട് നമ്മൾ ജീവിക്കണമെന്ന് മാത്രം. അപ്പൊ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗുരുദേവ കൃതികളൊക്കെ നമ്മൾ നിത്യനിരന്തരമായിട്ട് പാരായണം ചെയ്യണം. അപ്പൊ ഇവിടെ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ താഴെ ഇറങ്ങി. അപ്പൊ പരമശിവൻ നോക്കുമ്പോഴുണ്ട് പാർവതി ഇങ്ങനെ കർക്കശമായിട്ടുള്ള വാക്കൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. പക്ഷേ പരമശിവന് പിന്നീടാണ് ബോധ്യപ്പെട്ടത്. താഴെ നോക്കിയപ്പോ അതിൽ എഴുതി വെച്ചിരിക്കണു, രാമചന്ദ്രന്റെ വകാനം. പാർവതി പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ആര് വിചാരിച്ചു? പിന്നീട് പരമശിവൻ വിചാരിച്ചു. ആദ്യം വിചാരിച്ചത് എന്താ ഇങ്ങനെ പറയണെന്ന്, പിന്നീട് അദ്ദേഹത്തിന് ബോധ്യമായി ദേവി പറഞ്ഞത് കൃത്യമാണെന്ന്. അപ്പോഴത്തേക്കും കുട്ടികളെ കാണാനില്ല, ഈ വികൃതികളായ 3 കൂടി അതാ ദീപാരാധന തട്ടെടുത്ത് കളിക്കണം. അതിൽ എഴുതി വെച്ചിരിക്കണോ നാരായണി കുട്ടി വക, അമ്മ വഴക്ക് പറഞ്ഞു, അത് താഴെ ഇട്ടു. പൂജാപാത്രങ്ങൾ എടുത്ത് കളിക്കുന്നു, അതിൽ മാധവി കുട്ടി വക എന്ന് എഴുതി വെച്ചിരിക്കണോ, അമ്മ വഴക്ക് പറഞ്ഞു, താഴെ ഇട്ടു. അവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു, പുളിയുടെ ഒരു കൊമ്പങ്ങട് പൊട്ടിച്ചു പാർവതി. നമുക്ക് നമ്മുടെ അമ്മമാര് ചെറുപ്പത്തിൽ നമ്മളെ അടിക്കാൻ ഓടിച്ചാൽ നമ്മളെ ഓടില്ലേ? ഈ 3 കുട്ടികളും ഗണപതിയും അയ്യപ്പനും മുരുകനും ആ ക്ഷേത്ര പ്രദക്ഷിണ വഴിയിലൂടെ ഓടാൻ തുടങ്ങി. പാർവതി പുറകെ, സാരിയൊക്കെ ഇവിടെ എടുത്തു കുത്തി, വടിയും കൊണ്ട് ആരോടാണ്? പാർവതി ഓടുന്ന ആ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷെ പാർവതിക്ക് കുട്ടികളെ അടിക്കാനോ കുട്ടികളുടെ അടുത്ത് എത്താനോ ആയില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്ന് വെച്ചാല് പാർവതിയുടെ ശ്രദ്ധ മാറിപ്പോയി, ദേവിയുടെ ശ്രദ്ധ മാറിപ്പോയി. കാരണം താൻ ഓടുന്ന വഴികളിൽ മുഴുവൻ പ്രദക്ഷിണ വഴി വിരിച്ചവരുടെ പേരുകളായിരുന്നു. ഓരോ സ്ക്വയർ ഫീറ്റിലും ഇത് ഇന്നവരുടെ വക, ഇത് ഇന്നവരുടെ വക, ഇത് ഇന്നവരുടെ വക എന്ന് എഴുതി വെച്ചിരിക്കണം. അക്ഷരത്തിൽ ചവിട്ടിയാൽ അടികിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മൾ അക്ഷരത്തിനെ ആരാധിക്കുക ചെയ്യാം. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കണത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. ആരാത്? സരസ്വതി. അത് ഗ്രന്ഥപൂജ വരാൻ പോവാണ്, അല്ലേ? നവരാത്രി. നവരാത്രിയിലെ ആ അവസാന 3 ദിവസങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനം, അല്ലേ? സരസ്വതി പൂജ. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈശ്വരനെ കാണാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസം. അപ്പൊ അങ്ങനെ നമ്മുടെ പുസ്തകം അക്ഷരത്തെ പൂജിക്കുന്നവരാണ്. ദേവി അക്ഷരത്തിലൊക്കെ ചവിട്ടിയിട്ട് നടക്കുമ്പോൾ ആലോചിച്ചു, തൊടുന്നവർക്ക് ഓരോരുത്തരുടെ വക, ഒരു വകയില്ലാത്തവര് നമ്മളൊന്നും ആരാലോചിച്ചു, അല്ലേ? അങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമല്ലോ പാർവതിയും പരമശിവനും ആലോചിച്ചു. അപ്പൊ നമ്മൾ എഴുതി വെച്ച് കൊടുക്കണമെന്ന് തെറ്റൊന്നുമില്ല. ചിലര് എഴുതി കൊടുത്താൽ എൻ്റെ അമ്മമ്മയുടെ സ്മരണാർത്ഥം ഞാൻ ഈ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഈ മന്ദിരത്തിലേക്ക് ഒരു വിളക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഇന്നവരുടെ സ്മരണ എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാനാണത് കൊടുത്തത് എന്നുള്ള ആ ഭാവത്തിനാണ്. അപ്പൊ സമർപ്പണം പൂർണ്ണമാവോ? ഇല്ല. അപ്പൊ ഗുരുദേവൻ എവിടെ എന്താ പറയുന്നത്? കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങു ശംഭോ. ഇതൊക്കെ ഭഗവാന്റെ കളിയാണ്, ഇതൊക്കെ ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എല്ലാം അവിടത്തേക്ക് ഇതാ പരിപൂർണമായി സമർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പദ്യഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അടുത്ത
ഇതിലേക്ക് നമുക്ക് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവത ഇങ്കൽ നിന്നെൻ പിണ്ടത്തിനെന്ന മൃദു നൽകി വളർത്ത ശംഭോ. ഗുരുദേവൻ പറയാണ് നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളത്. ഇന്നത്തെ അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് മോഡേൺ വൈദ്യശാസ്ത്രം ഇന്നത്തെ രീതിയിൽ ക്രമീകരിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ട് മുൻപ് എഴുതപ്പെട്ട കാര്യമാണ്. ഗുരുദേവൻ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക? ഇതാണ് ഋഷിമാര് ഈ ലോകത്തിന്റെ ജീവന്റെ സ്പന്ദനങ്ങളൊക്കെ അവരുടെ അന്തർദൃഷ്ടിയിൽ അത് തെളിയും. അവരെഴുതിയിരിക്കുകയാണ്, മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും. മണ്ണ്, ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങൾ എന്നത് നമ്മൾ പറയും അല്ലേ? പിന്നെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അഞ്ചിന്റെയും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് ഈ പ്രപഞ്ചം. നമ്മളെയും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അഞ്ചെണ്ണം കൊണ്ട് തന്നെയാണ്. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും. മണ്ണ് എവിടെയാ? നമ്മുടെ ശരീരത്തിൽ മണ്ണ് എവിടെയാ? നമ്മളെയും ഈ അഞ്ചെണ്ണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ മണ്ണ് എവിടെയാ നമ്മുടെ ശരീരത്തില്? ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിലത്ത് കിടത്തുന്ന ഒരു ആചാരമുണ്ട്. മണ്ണിൽ കിടത്തണം. മണ്ണിൽ നിന്ന് വന്നതൊക്കെ മണ്ണിലേക്ക് പോകണം. ഈ സ്കിന്ന് തന്നെ, ഈ ത്വക്ക് തന്നെ, ഈ ഇന്ദ്രിയം തന്നെയാണ് എന്ത്? മണ്ണ്. അതുകൊണ്ടല്ലേ അത് മണ്ണിൽ ലയിച്ചു പോകുന്നത് അല്ലേ? അപ്പൊ മണ്ണ്, ജലം എവിടെയാ നമ്മുടെ ശരീരത്തില്? ഭൂമിയില്, ഈ പ്രപഞ്ചത്തില് 80% ജലമാണെന്നാ പറയുന്നത്. ഭൂമിയില് 2/3 ജലമാണ് അല്ലെ? അതുപോലെ നമ്മുടെ ശരീരത്തില് 80% ജലം തന്നെയാണ്. നമ്മുടെ ഉമിനീര്, നമ്മുടെ വിയർപ്പ്, നമ്മുടെ രക്തം, നമ്മുടെ മൂത്രം, ഇതൊക്കെ ജലാംശങ്ങൾ തന്നെയല്ലേ നമ്മുടെ ശരീരത്തിൽ ജലം. അപ്പൊ മണ്ണും ജലം, കനല്, അഗ്നി. കനൽ എന്ന് പറഞ്ഞാൽ അഗ്നി എവിടെയാ നമ്മുടെ ശരീരത്തില്? എവിടെയായിരിക്കും? ഇപ്പൊ പണ്ടൊക്കെ ചില അമ്മമാര് നാട്ടിൻ പുറത്തൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും വിഷമം ഉണ്ടായ എന്റെ വയറ് കേൾക്കുന്നില്ല, എനിക്ക് വയറ് കത്തിയിട്ട് വയ്യാന്ന്. അപ്പൊ തമാശക്ക് ഞങ്ങൾ അമ്മമ്മയോടൊക്കെ പറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോളൂ അല്ലെ? വയറ് കത്തിയിട്ട് വയ്യാന്ന് പറയണത് എന്തൊക്കെയാ ആലോചിച്ച് വിഷമം പിടിച്ചിട്ടാണ് ഈ പറയണത്. അപ്പൊ വയറ് കത്തിയിട്ട് വയ്യാന്ന് പറഞ്ഞാൽ കനൽ എവിടെ കിടക്കണോ? അകത്തുണ്ട്. നമ്മുടെ വയറ്റില്, നമ്മുടെ ഉദരത്തില് ജഠരാഗ്നിയായി, വൈശ്വാനര അഗ്നിയായിട്ട് അഗ്നിദേവൻ എവിടെയുണ്ട്? അഗ്നിസ്വരൂപനായ ഈശ്വരൻ എവിടെയുണ്ട്? വയറ്റിലുണ്ട്. ഒന്നും വേണ്ട, നമ്മൾ കഴിക്കണ ഭക്ഷണമൊക്കെ ധരിക്കണ്ടോ? അതെന്തുകൊണ്ടാ? ഈ അഗ്നിസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ ഉള്ളത് കൊണ്ടാണ്. അഗ്നിയാണ് അവിടെ ധരിപ്പിക്കണത്. പിന്നെ ഫാമിലി പാക്കൊക്കെ വാങ്ങിച്ച് 10-15 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചാൽ ചിലപ്പോൾ ധരിക്കുമെന്ന് അറിയില്ല. അഗ്നിക്ക് പണി കൊടുക്കരുത്. ഇപ്പൊ പുറത്ത് നമ്മൾ ഹോമം നടത്തുന്ന കണ്ടില്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഗണപതി ഹോമം നടത്താറുണ്ട് അല്ലെ? നവഗ്രഹ ഹോമം നടത്താറുണ്ട്. പല ഹോമങ്ങളും നമ്മുടെ വീട്ടിലും ക്ഷേത്രത്തിലൊക്കെ നടത്താറുണ്ട്. ഈ അഗ്നികുണ്ഡത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് അർപ്പിക്കുന്നത്? എന്തൊക്കെയാ സമർപ്പിക്കുക അഗ്നിയിലേക്ക്? കേൾക്കുന്നില്ല? നിങ്ങളൊന്നും പറയണില്ല. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് പറയാനുമില്ല. നമ്മൾ ഒരുമിച്ചൊരു യാത്രയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന, നമ്മളൊക്കെ കാണുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലേ? അപ്പൊ നെയ്യിടും, ചമതയിടും അല്ലെ, ചിരട്ടയിടും, ചകിരിയിടും, സുഗന്ധ വ്യഞ്ജനങ്ങൾ പലതും ഇടും അല്ലെ? ഇങ്ങനെയാണ് നമ്മളൊരു ഹോമം ചെയ്യുന്നത്. അതിൽ നിന്ന് വരുന്ന പുക നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയോ ഇല്ലയോ? ശുദ്ധീകരിക്കും, ഉറപ്പാണല്ലോ. അതുകൊണ്ടല്ലേ വീട്ടില് ഗണപതി ഹോമം ചെയ്യണു അല്ലേ? എല്ലാ ബാധാദോഷങ്ങളും സർവ്വ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ടല്ലേ? ക്ഷേത്രത്തിലും ചെയ്യാറുണ്ട്. അപ്പൊ അഗ്നിയിലേക്ക് ഇടുന്ന വസ്തുക്കൾ അഗ്നിയിൽ സമർപ്പണം ചെയ്ത് അതാത് ദേവതയ്ക്ക് നൽകുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന ആ ഒരു ഭാവം നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. പക്ഷെ വയറും ഒരു അഗ്നികുണ്ഡമാണ്, ഒരു ഹോമകുണ്ഡമാണ്. നമ്മൾ പലപ്പോഴും മറക്കാറാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഇടുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ഈ ഉള്ളിലുള്ള അഗ്നികുണ്ഡത്തിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ഇടുന്നത്? ഈ 1/2 ഇഞ്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലേ, മറ്റൊരു ജീവിയെ പോലും ജീവിക്കാൻ അനുവദിക്കാതെ അതിൻ്റെ ജീവൻ കൂടി എടുത്ത് നമ്മൾ കഴിക്കുന്നില്ലേ?
ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ഒരു ചടങ്ങ് നടത്തൂലേ അവിടെ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ, അപ്പം കൂടി അനേകം ജീവനുകളെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത്.